Learn Easy Online Education. ഹായ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ ഹർഷിത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ യൂണിറ്റ് 11 ആണ്. MSO001 യൂണിറ്റ് 11 ആയിട്ടുള്ള പവർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിതിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ് ഓഫ് പവർ, സോഴ്സസ് ഓഫ് പവർ, കോണ്ടെക്സ്റ്റ് ഓഫ് പവർ, കൺക്ലൂഷൻ, ഫർദർ റീഡിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്നത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. 11.1 ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. വാട്ട് ഈസ് സോഷ്യൽ പവർ? Social power is the ability to influence or control others. Some people have more power because they have money, status, or knowledge. Power is not always fair and it affects how society works. മറ്റുള്ളവരെ സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ ഉള്ള കഴിവാണ് സാമൂഹിക ശക്തി എന്ന് പറയുന്നത്. പണമോ പദവിയോ അറിവോ ഉള്ളത് കൊണ്ട് ചിലർക്ക് അധികാരം കൂടുതലുള്ളവരായിരിക്കും. അധികാരം എല്ലായ്പ്പോഴും ന്യായമായിട്ടുള്ള കാര്യമല്ല, അത് സമൂഹത്തിന്റെ പ്രവർത്തനത്തെ കൂടി ബാധിക്കുന്നുണ്ട്. അധികാരം എപ്പോഴും ഈക്വൽ ആയിട്ടുള്ളതല്ല. ചിലർക്ക് അധികാരം കൂടുതലും ചിലർക്ക് അധികാരം കുറവും ഉണ്ടായിരിക്കും. അത് അവരുടെ പണത്തിന്റെയും സ്റ്റാറ്റസിന്റെയും വ്യത്യാസങ്ങൾ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അതെന്തുമല്ല, എപ്പോഴും നല്ല കാര്യമല്ല, അത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിലൊക്കെ പവറിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പവർ ഉള്ളതെന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ അടുത്ത പറഞ്ഞ 2 main ways to see power as ability. First one, power as ability. Some say power is just the ability to act. Example, a rich person can travel anywhere while a poor person cannot. കഴിവ് എന്താണ്? ശക്തി എന്താണ്? കഴിവ് പോലെയാണെന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് അധികാരം പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് എന്നാണ്. ഉദാഹരണം, ഒരു ധനികന് എവിടെയും യാത്ര ചെയ്യാം, ദരിദ്രന് യാത്ര ചെയ്യാൻ കഴിയില്ല. ശക്തി എന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ളതാണ്. പ്രവർത്തിക്കാനുള്ള ആ കഴിവാണ് ശക്തി എന്നാണ് പറയുന്നത്. പവർ ആസ് കൺട്രോൾ. Others say power means shaping what others do or think. Example, social media changes how people see the world. നിയന്ത്രണമാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവർ പറയുന്നത് പവർ എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നതോ ചിന്തിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തലാണ് എന്നാണ്. ഒരാളുടെ ചിന്തകളിലുള്ള കൺട്രോൾ. നമുക്ക് ഒരാളെ ചിന്തകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. ഉദാഹരണം, ആളുകൾ ലോകത്തെ കാണുന്ന രീതി സോഷ്യൽ മീഡിയ മാറ്റിമറിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ നേരിട്ട് കാണുന്ന ഒന്നായിരിക്കില്ല സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അത് ഒരാളുടെ ചിന്താഗതിയെ മാറ്റും. ഒന്നിനോട് ഒരു പോസിറ്റീവ് ചിന്താഗതിയുള്ള നമ്മള് സോഷ്യൽ മീഡിയ വഴി അതിനോട് നെഗറ്റീവ് ചിന്താഗതി പുലർത്താൻ അധികം സമയം വേണ്ടതില്ല. അങ്ങനെയുള്ള ആ ഒരു പവറിനെയാണ് പവർ ആസ് കൺട്രോൾ. പവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ പറയുന്നത്. ഡിഫറെന്റ് വ്യൂസ് ഓൺ പവർ. അടുത്ത് പറയുന്നത് ഡിഫറെന്റ് വ്യൂസ് ഓഫ് പവർ. പവറിന്റെ വ്യത്യസ്ത തരത്തിലുള്ള വ്യൂസ് ആണ് പറയുന്നത് കേട്ടോ. Zero-sum power. If one person gains power, another loses it. Example, a dictator controls a country, leaving others powerless. ഒരാൾ അധികാരം നേടിയാൽ മറ്റൊരാൾക്ക് അത് നഷ്ടപ്പെടും. ഉദാഹരണം, ഒരു സ്വേച്ഛാധിപതി ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്നുണ്ട്, മറ്റുള്ളവര് ശക്തിയില്ലാതെ. ഒരു രാജ്യത്ത് ഒരാൾക്ക് അധികാരമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അധികാരം ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. പവറിനുള്ള വ്യൂസ് ആണ് പറയുന്നത് കേട്ടോ. Non-zero sum പവറിൽ പറയുന്നത് പവർ ക്യാൻ ഗ്രോ ആൻഡ് ബി ഷെയർഡ്. എക്സാമ്പിൾ, എ ടീം വേർ എവരിവൺ കോൺട്രിബ്യൂട്ട്സ് ആൻഡ് ബെനിഫിറ്റ്സ്. ശക്തി വളരാനും പങ്കിടാനും കഴിയുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഉദാഹരണം, എല്ലാവരും സംഭാവന ചെയ്യുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ടീം. ആ ഒരു ടീം അവരുടെ ടീം പരസ്പരം അധികാരങ്ങൾ പങ്കിടുന്നുണ്ട്. ആ അധികാരങ്ങൾ പങ്കിട്ടുകൊണ്ട് തന്നെ അവർക്ക് വളരാൻ സാധിക്കുന്നുണ്ട് എന്നാ പറയാം. അതേപോലെ തന്നെ സമൂഹത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്ത്, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ആ ശക്തി ഉപയോഗിച്ച് സമൂഹത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അധികാരം എന്നത് ഒറ്റയ്ക്കുമുണ്ട് ടീമായിട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. സ്വേച്ഛാധിപത്യ രീതിയിലും ഉണ്ട്, അതുപോലെ ഒരു ടീം വർക്ക് ആയിട്ടും അധികാരം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. പവർ വേഴ്സസ് സിമിലർ കോൺസെപ്റ്റ്. പവറുമായിട്ട് ബന്ധപ്പെട്ട സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് പറയുന്നത്. പവർ വേഴ്സസ് പ്രസ്റ്റീജ്. എ സയന്റിസ്റ്റ് മേ ബി റെസ്പെക്റ്റഡ് ബട്ട് ഹാവ് നോ പവർ. ആൻഡ് പോലീസ് ഓഫീസർ ഹാസ് പവർ ബട്ട് മേ നോട്ട് ബി റെസ്പെക്റ്റഡ്.
പവർ വേഴ്സസ് പ്രസ്റ്റീജ്. ഒരു ശാസ്ത്രജ്ഞൻ ബഹുമാനിക്കപ്പെടാം, പക്ഷെ എന്തല്ല, അവനക്ക് അധികാരമില്ല. ഒരു ശാസ്ത്രജ്ഞൻ എന്തുണ്ട്? പ്രസ്റ്റീജ് ഉണ്ട്, ബഹുമാനിക്കപ്പെടാം, അന്തസ്സുണ്ട്, പക്ഷെ എന്താണ്, അയാൾക്ക് എന്തില്ല, അധികാരമില്ല. അയാളെ നിയന്ത്രിക്കാനുള്ള അധികാരം അയാൾക്കില്ല. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ടെങ്കിലും എന്തില്ല, ബഹുമാനിക്കപ്പെടണം എന്നില്ല. അതായത് അയാൾക്ക് അധികാരമുണ്ട്, പക്ഷെ പ്രസ്റ്റീജ് ഇല്ല. പക്ഷെ ആ അധികാരം ഉപയോഗിച്ച ആൾക്കാരെ അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതാണ് പവറുമായിട്ട് സിമിലർ ആയിട്ട് ബന്ധം പുലർത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പക്ഷെ അധികാരമില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യുന്നത്, പ്രസ്റ്റീജ് ഇല്ലെങ്കിൽ കൂടി അധികാരം പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ പ്രസ്റ്റീജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അധികാരം പ്രവർത്തിക്കണം എന്നില്ല എന്നാണ് പറഞ്ഞത്. പവർ വേഴ്സസ് ഡൊമിനൻസ്. Power is about a group, dominance is personal. A boss has power, but a dominant person may not just be loud. അധികാരവും ആധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഡൊമിനൻസ്, ആധിപത്യം. അധികാരം ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ്. ആധിപത്യം എന്താണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഒരു മുതലാളിക്ക് അധികാരമുണ്ട്, എന്നാൽ ഒരു ആധിപത്യം പുലർത്തുന്ന ഒരാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഒരു മുതലാളിക്ക് എന്തുണ്ട്, അധികാരമുണ്ട്, എന്നാൽ ആധിപത്യം പുലർത്തുന്ന ഒരാൾ, ആധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ മേലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മേലോ ഒരാൾ ആധിപത്യം സൃഷ്ടിക്കുന്നതാണ്. ആ ഒരു ആധിപത്യം സൃഷ്ടിക്കുന്നതിലൂടെ അയാൾക്ക് എന്തുണ്ട്, ഉച്ചത്തിൽ സംസാരിക്കാൻ എന്ന് പറയുന്നത് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു വർഗത്തെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പവർ വേഴ്സസ് ഇൻഫ്ലുവൻസ്. Power forces action, influence pursuits. Example, Karl Marx influenced people but had no direct power. Power versus സ്വാധീനം, ഇൻഫ്ലുവൻസ് ആണ് പറയുന്നത്. പവർ ഫോഴ്സസ് ആക്ഷൻ, സ്വാധീനം പ്രേരിപ്പിക്കുന്നുണ്ട്. എന്ത്, ഉദാഹരണം, കാൾ മാക്സ് ആളുകളെ സ്വാധീനിച്ചെങ്കിലും നേരിട്ടുള്ള അധികാരം എന്തായിരുന്നു, ഇല്ലായിരുന്നു. കാൾ മാക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ നിയന്ത്രണങ്ങൾ വെക്കാൻ കഴിയും. താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അയാൾക്ക് എന്തില്ല, പവർ ഇല്ല. പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ എന്തില്ല, അവർക്ക് എന്താ, പവർ ഇല്ല. പക്ഷെ അവർക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അടുത്ത് പറഞ്ഞ പവർ വേഴ്സസ് അതോറിറ്റി ആൻഡ് ഫോഴ്സ്. പവർ ഈസ് പൊട്ടൻഷ്യൽ, അതോറിറ്റി ഈസ് accepted control, force is physical action. Example, a protest group has power by threatening to leave, but if they actually leave, its force. അതായത് പവർ വേഴ്സസ് അതോറിറ്റി. പവർ എന്നത് എന്താണ്, ഒരു സാധ്യതയുള്ള കാര്യമാണ്. നമ്മൾ ഒരാളുടെ മേലെ നിയന്ത്രണം വെക്കുമ്പോൾ അല്ലെങ്കിൽ നിയന്ത്രിക്കുമ്പോൾ ആ നിയന്ത്രണം ഏൽക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അയാൾ പറയുന്നത് പോലെ അയാൾ ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ് എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. പക്ഷെ അതോറിറ്റി ആൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് അധികാരം. അതോറിറ്റി എന്നത് സ്വീകാര്യമായിട്ടുള്ള ഒരു നിയന്ത്രണം, അതായത് നിയമപരമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഫോഴ്സ് എന്നത് എന്താണ്, ബലം. ഈ പോലീസ് ഫോഴ്സ് ഒക്കെ പറയില്ലേ, അപ്പോൾ അതോറിറ്റിയിലുള്ളതാണ് ഈ പോലീസ് എന്നുള്ളത്. അതായത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ശക്തി എന്നാൽ സ്വാധീനമുള്ളവർക്കൊക്കെ ഉണ്ടാകും, പക്ഷെ അധികാരം എന്നത് എന്താണ്, അതോറിറ്റി എന്നത് എന്താണ്, നിയമപരമായിട്ട് അംഗീകരിച്ച കാര്യമാണ്. ബലം എന്നാൽ എന്താണ്, അതൊരു ഭൗതികരമായി കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ശക്തിയാണ്. ഒരാളെ അടിക്കുക എന്നുള്ളതാണ് അയാളുടെ മേലെ ബലം പ്രയോഗിക്കുക എന്നർത്ഥം വരുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് അവരോട് എന്താ പറയുക, അവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് പറയാനുള്ള അധികാരം, അതോറിറ്റി നമുക്കുണ്ട്, അവർക്കുണ്ട്. മാറണം എന്ന് പറയാനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പോൾ അതിന് അധികാരം എന്ന് പറയും. അവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞതിന് അധികാരം എന്നാണ് പറയുന്നത്. അത് ബലം പ്രയോഗിച്ച് അവർ മാറ്റി, അവരെ അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുകയോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് അവരെ അവിടുന്ന് മാറ്റുന്നതിനെ ബലം പ്രയോഗിക്കുക എന്നാണ് പറയുന്നത്. അതാണ് പവറും അധികാരവും ഫോഴ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ അടുത്ത നമ്മുടെ ഹെഡിങ് വരുന്നത് 11.2 ഇൻസ്ട്രുമെന്റ് ഓഫ് പവർ. There are three main ways people use power: conceive power, compensatory power, and conditioned power. These types of ഓഫ്റ്റൻ മിക്സ്ഡ് ഇൻ റിയൽ ലൈഫ്. ആളുകൾ അധികാരം ഉപയോഗിക്കുന്നതിന് 3 പ്രധാനപ്പെട്ട വഴികളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. 3 പ്രധാനപ്പെട്ട വഴികളിലൂടെയാണ് ആളുകൾ അധികാരം ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന്, കൺസീവ് പവർ, നിർബന്ധിത ശക്തി. കമ്പൻസേറ്ററി പവർ, നഷ്ടപരിഹാര ശക്തി. കണ്ടീഷണൽ പവർ എന്താണ്, കണ്ടീഷൻഡ് ആയിട്ടുള്ള പവർ. ഈ തരങ്ങൾ പലപ്പോഴും യഥാർത്ഥ ജീവിതവുമായിട്ട് കൂടിച്ചേർന്നവയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് കോൺസീവ് പവറിനെ കുറിച്ച് നോക്കാം. അതായത് നിർബന്ധിത ശക്തി.
Coercive power forces people to obey through threats of punishment. For example, a government may punish citizens with fines if they break a rule. A boss may fire an employee for speaking against the company. People follows orders because they fear the consequences. ഭീഷണികളിലൂടെയോ ശിക്ഷയിലൂടെയോ അനുസരിക്കാൻ നിർബന്ധിത ശക്തി ആളുകളെ പ്രേരിപ്പിക്കുന്നു. എന്ത്? കോർസീവ് പവർ. കോർസീവ് പവർ എന്ത് ചെയ്യുന്നുണ്ട്? ഭീഷണികളിലൂടെയോ ശിക്ഷകളിലൂടെയോ അനുസരിക്കാൻ നിർബന്ധിത ശക്തി പ്രേരിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു നിയമം ലംഘിച്ചാൽ സർക്കാർ പൗരന്മാരെ പിഴ ചുമത്തിയേക്കാം. കമ്പനിക്കെതിരായി സംസാരിച്ചതിന് ഒരു ജീവനക്കാരന് ഒരു ബോസ് പുറത്താക്കിയേക്കാം. അനന്തരഫലങ്ങളെ ഭയന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ ഉത്തരവുകളെ ഭയക്കുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് എന്ത്? ഭീഷണികളിലൂടെ ശിക്ഷകളിലൂടെ അനുസരിപ്പിക്കുന്ന ആ ഒരു ശക്തിയെയാണ് എന്താണ്? കോർസീവ് പവർ എന്ന് പറയുന്നത്. Some people accept bad condition because they have no better option. For example, workers in poor conditions may stay because they need money. Others stay silent to avoid punishment. A student may not speak up against the teacher to avoid getting in trouble. ചില ആളുകൾ മോശമായ അവസ്ഥകൾ അംഗീകരിക്കുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് ഈ പവറിനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവർക്ക് മികച്ചതായിട്ടുള്ള ഒരു മാർഗം അവിടെ ഇല്ല. ഉദാഹരണത്തിന്, മോശം അവസ്ഥയിലുള്ള തൊഴിലാളികൾ പണം ആവശ്യമുള്ളതിനാൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ തന്നെ താമസിച്ച് ജോലി ചെയ്യുന്നു. മറ്റു ചിലർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നിശബ്ദത പാലിക്കുന്നു. പ്രശ്നത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥി അധ്യാപകനെതിരെ സംസാരിക്കാതിരിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഒരു ട്രബിളിൽ നിന്ന്, ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അറിഞ്ഞുകൊണ്ട് സഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ ഒരു വഴിയിലൂടെയാണ്. ആ ഒരു സഹിഷ്ണുത എന്നുള്ളതാണ് മുതലെടുത്തുകൊണ്ടാണ് കോർസീവ് പവർ എന്ത് ചെയ്യുന്നുള്ളത് നിലനിൽക്കുന്നത്. അടുത്തത് പറയുന്നത് കോമ്പൻസേറ്ററി പവർ എന്നതാണ്. കോമ്പൻസേറ്ററി പവർ ഗെയിൻസ് ഒബീഡിയൻസ് ബൈ ഓഫറിംഗ് റിവാർഡ്. പീപ്പിൾ ഫോളോ ഓർഡേഴ്സ് ബിക്കോസ് ദേ ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ. ഫോർ എക്സാമ്പിൾ, എ കമ്പനി ഓഫേഴ്സ് ബോണസസ് ടു workers who meet targets. A landlord may give land to farmers in exchange for work. പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നതിലൂടെ നഷ്ടപരിഹാര ശക്തി അനുസരണ നേടുന്നു. ആളുകൾ ഓർഡറുകൾ പിന്തുടരുന്നു കാരണം അവർക്ക് എന്തെങ്കിലും തിരികെ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു കമ്പനികൾ ബോണസ് വാഗ്ദാനം ചെയ്ത് നിങ്ങളൊരു ടാർഗറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ബോണസ് തരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഭൂവുടമകളായിട്ടുള്ള കർഷകർക്ക് ജോലിക്ക് പകരമായിട്ട് ഭൂമി നൽകാം എന്ന് പറയുന്നു. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഭൂമി നൽകുന്നു എന്നാണ് അവര്. അങ്ങനെയുള്ള ബോണസുകൾ ആഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരെ തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനെയാണ് എന്ത്? കോമ്പൻസേറ്ററി പവർ എന്ന് കൊടുക്കുന്നത്. കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അവരുടെ ജോലികൾ എടുപ്പിക്കുന്നതിനാണ് പറയുന്നത്. ഗവൺമെന്റ് ഓൾസോ യൂസ് കോമ്പൻസേറ്ററി പവർ. ഫോർ എക്സാമ്പിൾ, ദേ പ്രൊവൈഡ് മണി ഓർ ഡെവലപ്മെന്റ് പ്രൊജക്ട് ടു calm protests in trouble areas. This makes people hopefully and better future. സർക്കാരുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപരിഹാരം, അധികാരം ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, പ്രശ്നം ബാധിത പ്രദേശങ്ങളെ പ്രതിഷേധം ശാന്തമാക്കാൻ വേണ്ടിയിട്ട് അവർ പണമോ വികസന പദ്ധതികളോ നൽകുന്നുണ്ട്. ഇതൊരു നല്ല ഭാവി പ്രതീക്ഷിക്കുന്ന ആളുകളെ അനുസരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രേരിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് കണ്ടീഷൻഡ് പവർ ആണ്. കണ്ടീഷൻഡ് പവർ ഷേപ്സ് ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അൺലൈക്ക് ദ ഫസ്റ്റ് ടു, people may not realize they are being influenced. For example, advertisement convince people to buy product by making them seem necessary. School teach students to follow rules so they do it automatically. വ്യവസായികമായിട്ടുള്ളൊരു ശക്തി വിശ്വാസങ്ങളെയും മനോഭാവങ്ങളെയും രൂപപ്പെടുത്തുന്നു. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തങ്ങൾ സ്വാധീനിക്കപ്പെടുന്നുവെന്ന് ആളുകൾ മനസ്സിലാക്കണമെന്നില്ല. ഉദാഹരണത്തിന്, പരസ്യങ്ങൾ ആവശ്യമാണെന്ന് തോന്നിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകളെ ബോധ്യപ്പെടുത്തുന്നു. നിയമങ്ങൾ പാലിക്കാൻ സ്കൂളുകൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. അതിനാൽ അത് അവരെന്ത് ചെയ്യുന്നു? അറിയാതെ തന്നെ ചെയ്യുന്നു. ഓരോരുത്തരും യാദൃശ്ചികമായിട്ട് ചെയ്യുന്ന കാര്യം, അവരറിയാതെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ പരസ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നില്ല. ആ പരസ്യം എന്താണ്? അവരൊരു
എന്ത് പവർ? അവർ ഉപയോഗിച്ച കണ്ടീഷൻഡ് പവറാണ്. ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് അവർക്കൊരു പരസ്യം ഉപയോഗിച്ച് അവരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുന്നു. ആളുകൾ അറിയാതെ തന്നെ അത് വാങ്ങുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാരെ അവരെ കൺവിൻസ് ചെയ്ത് നിയമങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് അവരെ അതിനനുസരിച്ച് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. സോ പീപ്പിൾ ഫോളോ കണ്ടീഷൻ പവർ ബിക്കോസ് ദേ ബിലീവ് ഇസ് ഇറ്റ് റൈറ്റ്. എ സോൾജർ മേ ഫൈറ്റ് ഫോർ എ കൺട്രി ബിക്കോസ് ഓഫ് patriotism. A person may donate to charity because society teaches kindness. This type of power is the strongest because it was without force or റിവാർഡ്സ്. വ്യവസായിതമായ അധികാരങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നതിനാൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് പിന്തുടരുന്നുണ്ട്. ഒരു രാജ്യസ്നേഹം കാരണം ഒരു സൈനികന് ഒരു രാജ്യത്തിന് വേണ്ടി പോരാടാം. സമൂഹം ദയ പഠിപ്പിക്കുന്നതിനാൽ ഒരു വ്യക്തി ചാരിറ്റിക്ക് സംഭാവന ചെയ്യുന്നു. ഈ തരത്തിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളതാണ് ഈ ഒരു കോമ്പൻസേറ്റീവ് പവർ എന്ന് പറയുന്നത്. കണ്ടീഷൻഡ് പവർ എന്ന് പറയുന്നത്. ഇതിനൊരു ശക്തിയോ പ്രതിഫലമോ ഇല്ലാതെ തന്നെ അതിനു വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദയ, നമ്മുടെ ഫീലിങ്സ് വെച്ചുകൊണ്ടാണ് ഈ ഒരു പവർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഫീലിങ്സിനാണ് ഇവിടെ മുൻതൂക്കം നൽകുന്നത്. നമുക്ക് ദയ പോലുള്ളത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ആൾക്കാർ നമ്മുടെ ദയയാണ് ചൂഷണം ചെയ്യുന്ന പറയാൻ പറ്റില്ല. അവർ ആ ഒരു മാർഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പവറിലൂടെ പ്രവർത്തിച്ച് അവർക്കുള്ള ഏണിങ്സ് അവർ ഉണ്ടാക്കുന്നത്. സോ ഇതാണ് എന്ത് പറയുന്നത്, ഈ തരത്തിലുള്ള പവറുടെയാണ് കണ്ടീഷണൽ പവർ എന്ന് പറയുന്നത്. സോ അടുത്ത നെക്സ്റ്റ് ഹെഡിങ് പറയുന്നത് 11.3 സോഴ്സസ് ഓഫ് പവർ. പവറിന്റെ സോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്. പവർ കംസ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. ദി സോഴ്സസ് സെപ്പറേറ്റ് ദോസ് ഹു ഹാവ് പവർ ഫ്രം ദോസ് ഹു ഫോളോ ദം. ഡിഫറെന്റ് സ്കോളേഴ്സ് ക്ലാസിഫൈ പവർ ഇൻ ഡിഫറെന്റ് വേസ്. സം ഫോക്കസ് ഓൺ നമ്പേഴ്സ്, റിസോഴ്സസ് ആൻഡ് ഓർഗനൈസേഷൻ. Other highlight economic, military, political or ideological power. Through there is no single classification, many of these ideas overlap. വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് വൈദ്യുതി വരുന്നത്. ഈ ഉറവിടങ്ങൾ അധികാരമുള്ളവരെ അവരെ പിന്തുടരിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട്. വ്യത്യസ്ത പണ്ഡിതന്മാർ ശക്തിയെ വ്യത്യസ്ത രീതിയിലാണ് തരംതിരിക്കുന്നത്. ചില അക്കങ്ങൾ, ഉറവിടങ്ങൾ, ഓർഗനൈസേഷനുകൾ എന്നിവയിൽ എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ സാമ്പത്തികമോ സൈനികമോ രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ ആയ ശക്തിയെ ഉയർത്തിക്കാട്ടുന്നു. ഒരൊറ്റ വർഗീകരണമില്ലെങ്കിൽ ഈ ഒരു ആശയങ്ങളിൽ പലതും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ വൈദ്യുതി, ഫോർ എക്സാമ്പിൾ വൈദ്യുതി എടുക്കുകയാണെങ്കിൽ ഓരോ പ്രദേശത്ത് നിന്നാണ് വ്യത്യസ്ത തരത്തിലാണ് വൈദ്യുതി വരുന്നത്. എല്ലാ വൈദ്യുതിയും ഒരു സ്ഥലത്ത് നിന്നല്ലല്ലോ വരുന്നത്, വ്യത്യസ്ത തരത്തിൽ. അത് എന്താണ്, പ്രത്യേക തരം അധികാരം, ഓരോരുത്തരുടെ അധികാരത്തിന് കീഴിലുള്ള ഭാഗങ്ങളിലുള്ളവർക്ക് ആ ഭാഗങ്ങളിലുള്ള വൈദ്യുതി ആ അധികാരത്തിന് കീഴിലുള്ള ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു അധികാരം വ്യത്യസ്തമാണെന്നാണ് അവിടെ പറയുന്നത്. ആ ഒരു വൈദ്യുതി വരുന്നത് പോലെ, വ്യത്യസ്ത തരത്തിൽ വൈദ്യുതി വരുന്നത് പോലെ തന്നെ അധികാരങ്ങളും വ്യത്യസ്ത രീതിയിലാണ് എന്നാണ് പറയുന്നത്. സാമ്പത്തികമോ സൈനികമോ രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒട്ടനവധി തരത്തിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള അധികാരങ്ങളുണ്ട്. ഓരോന്നും അവർക്ക് അനുസരണം, അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നുള്ളത്, നമ്മളുടെ അധികാരം പ്രയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒറ്റ സിംഗിൾ ആയിട്ടുള്ള ഇന്ന ഉറവിടത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഇന്ന ഇടത്തിൽ നിന്നാണ് അധികാരം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അധികാരം പല വ്യത്യസ്ത തരങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുകൂടി ഇതിന് അർത്ഥമുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് പേഴ്സണാലിറ്റി ആസ് പവർ. എ പേഴ്സൺ ട്രേറ്റ്സ് ഇന്റലിജൻസ് ആൻഡ് ചാം can give them power. Leaders influence others through confidence, speech or morality. For example, a charismatic leader can persuade people to follow them without using force. In modern times, personality is linked to persuasion, making people willingly believe and follow. ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ, ബുദ്ധിശക്തി, ആകർഷണം എന്നിവ അവർക്ക് എന്ത് നൽകുന്നുണ്ട്? ശക്തി നൽകുന്നുണ്ട്. ആത്മവിശ്വാസം, സംസ്കാരം അല്ലെങ്കിൽ ധാർമ്മികത എന്നിവരുടെ നേതാക്കൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കരിസ്മാറ്റിക് നേതാവിന് ബലപ്രയോഗമില്ലാതെ തന്നെ പിന്തുടരാൻ ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മളിതിനു മുന്നേ പറഞ്ഞ പോലെ, ഗാന്ധിജിയൊക്കെ പറഞ്ഞ പോലെ, ആധുനിക കാലത്ത് വ്യക്തിത്വം പ്രേരണയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകളുടെ മനസ്സോട് വിശ്വസിക്കുകയും പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം നല്ല വ്യക്തിത്വമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ സ്വാഭാവികമായിട്ടും അനുസരിക്കും. അവർക്ക് മേൽ പ്രേരണയും ബലവും ചുമത്താതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കും എന്നാണ് ഇവിടെ പറയുന്നത്.
സോ അടുത്ത പറയുന്നത് പവർ ഇൻ നമ്പേഴ്സ്. എ ലാർജ് ഗ്രൂപ്പ് ക്യാൻ കൺട്രോൾ എ സ്മോളർ വൺ ഇഫ് വെൽ ഓർഗനൈസ്ഡ്. ഇൻ ഇയർലി സൊസൈറ്റി സ്ട്രോങ് യങ് മാൻ ഡൊമിനേറ്റഡ് അതർ ത്രൂ ഫിസിക്കൽ സ്ട്രെങ്ത്. ഇൻ മോഡേൺ ടൈംസ് നമ്പേഴ്സ് പ്ലേ എ റോൾ ഇൻ എലക്ഷൻ where the majority wins power. Even in workspace, unions gain power by gathering many workers to demand rights. നന്നായി ചിട്ടപ്പെടുത്തിയാൽ ഒരു വലിയ ഗ്രൂപ്പിന് ചെറുതായിട്ടുള്ള ഒരു കൂട്ടത്തെ എന്ത് ചെയ്യാൻ കഴിയും? നിയന്ത്രിക്കാൻ കഴിയും. ആദ്യകാല സമൂഹങ്ങളിൽ ശക്തരായ യുവാക്കൾ ശാരീരിക ശക്തിയിലൂടെ മറ്റുള്ളവരെ കീഴടക്കി ആധുനിക കാലത്ത് ഭൂരിപക്ഷ അധികാരം നേടുന്ന തിരഞ്ഞെടുപ്പുകളിൽ സംഖ്യകൾക്ക് ഒരു പങ്കു തന്നെയുണ്ട്. തൊഴിലിടങ്ങളിൽ പോലും യൂണിയനുകൾ അധികാരം നേടുന്നത് അവകാശങ്ങൾ ആവശ്യപ്പെട്ട് നിരവധി തൊഴിലാളികളെ കൂട്ടിയാണ്. ഒരു വലിയ ഗ്രൂപ്പ്, ഗവൺമെന്റ് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ഒരു വലിയ ജനസംഖ്യയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ തൊഴിലാളി ഗ്രൂപ്പുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊഴിലാളി ഗ്രൂപ്പിൽ കുറച്ച് പേര് മാത്രമായിരിക്കും യൂണിയൻ ഉണ്ടാവുക. യൂണിയൻ ആയിരിക്കും എല്ലാ അധികാരങ്ങളും ഉണ്ടാവും. അപ്പൊ അവിടെ എന്താ ചെയ്യുന്ന, ഒരു ചെറിയ ഗ്രൂപ്പ് ഒരു വലിയ ഒരു സമൂഹത്തെ തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, വലിയൊരു നമ്പേഴ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു നമ്പേഴ്സ് എന്താണ് അവിടെ പ്രവർത്തിക്കുകയാണെന്നാണ് പറയുന്നത്. സ്കിൽസ്, എബിലിറ്റീസ് ആൻഡ് നോളജ്. പീപ്പിൾ വിത്ത് സ്പെഷ്യൽ സ്കിൽസ് ഹോൾഡ് പവർ ഓവർ ദോസ് ഹു നീഡ് ദം. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ആൻഡ് എക്കണോമിസ്റ്റ് ഇൻഫ്ലുവൻസ് ഡിസിഷൻ ഡ്യൂ to their knowledge. Writers and media professionals shape public opinion. Knowledge is power because it helps people plan, predict and control situation. പ്രത്യേക കഴിവുകളുള്ള ആളുകൾ ആവശ്യമുള്ളവരുടെ മേൽ അധികാരം വഹിക്കുന്നുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും സാമ്പത്തിക വിദഗ്ധരും അവരുടെ അറിവ് കാരണം തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു. എഴുത്തുകാരും മാധ്യമ പ്രവർത്തകരും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നുണ്ട്. അറിവ് ശക്തിയാണ്, കാരണം അത് സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും പ്രവചിക്കാനും നിയന്ത്രിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ സഹായിക്കുന്നുണ്ട്. അറിവ് എന്ത് ചെയ്യുന്നുണ്ട്, അറിവ് ഒരു പവർ ആണെന്നാണ് പറയുന്നത്. അറിവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്താവനകൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു, നമ്മൾക്കുള്ള അറിവ് നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അത് അടുത്ത് പറയുന്നത് മീഡിയ ആസ് എ പവറുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആർക്കൊക്കെയാണ് പവർ, എന്തിനൊക്കെയാണ് പവർ പ്രയോഗിക്കാൻ കഴിയുന്നത് എന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പോൾ മീഡിയ ആസ് പവർ. ദ മീഡിയ കൺട്രോൾസ് ഇൻഫർമേഷൻ ആൻഡ് ഷേപ്സ് പബ്ലിക് ഒപ്പീനിയൻ. ന്യൂസ് റിപ്പോർട്ട്, അഡ്വർടൈസ്മെന്റ് ആൻഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഹൗ പീപ്പിൾ തിങ്ക്. ഫോർ എക്സാമ്പിൾ, എ ന്യൂസ് പേപ്പർ സപ്പോർട്ടിംഗ് എ പൊളിറ്റീഷ്യൻ can help them to win elections. Media can spread both truth and misinformation, making it a strong source of power. മാധ്യമങ്ങൾ വിവരങ്ങൾ നിയന്ത്രിക്കുകയും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വാർത്താ റിപ്പോർട്ടുകൾ, പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയ എന്നിവ ആളുകളുടെ ചിന്തയെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പിന്തുണയ്ക്കുന്ന ഒരു പത്രം തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് സത്യവും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കാൻ കഴിയും. അത് ശക്തിയുടെ ശക്തമായ ഉറവിടങ്ങളാണ്. എന്താ പറയുക, മാധ്യമങ്ങൾക്ക് അവരുടേതായ ഒരു ശക്തിയുണ്ട്. മാധ്യമങ്ങൾ പറയുന്നത് എന്താണ് ജനങ്ങൾ വിശ്വസിക്കും. അപ്പൊ അവരെന്ത് പറയുന്നു അതാണ് ജനങ്ങൾ വിശ്വസിക്കുക എന്ന്. അത് അവരുടെ ശക്തിയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. റിസോഴ്സസ് ആൻഡ് പ്രോപ്പർട്ടി. Wealth gives power. Rich people influence others through money, land or other assets. Government and businesses use resources to control situations. Even religious organizations use spiritual beliefs as power. A wealthy landlord can make workers depend on them. Just a rich business owner can control employees. സമ്പത്ത് എന്നത് എന്ത് നൽകുന്നുണ്ട്, ശക്തി നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. പണമോ ഭൂമിയോ മറ്റു സ്വത്തുക്കളോ വഴി ധനികർ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു. സാഹചര്യങ്ങൾ നിയന്ത്രിക്കാനും സർക്കാരുകളും ബിസിനസ്സുകളും വിഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നു. മതസംഘടനകൾ പോലും ആത്മീയവിശ്വാസങ്ങളെ ശക്തിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. സമ്പന്നനായിട്ടുള്ള ഒരു ഭൂവുടമയ്ക്ക് തൊഴിലാളികളെ അവരെ ആശ്രയിക്കാൻ കഴിയും. ഒരു സമ്പന്ന ബിസിനസ് ഉടമയ്ക്ക് ജീവനക്കാരെ നിയന്ത്രിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നാ പറയുന്നത്. അതായത് പണവും അതുപോലെ പ്രോപ്പർട്ടിയും റിസോഴ്സുകളുള്ള ആൾക്കാർക്ക് അധികാരമുണ്ടെന്നാണ് അവരവരുടെ പണമാണ് അവരുടെ അധികാരമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ മതവാദികൾ എന്തെങ്കിലും മതം ആണ് ആത്മീയപരമായിട്ടുള്ള വിശ്വാസങ്ങളാണ് അവർ എന്താണ് ചെയ്യുന്നത്, ശക്തിയായിട്ട് ഉപയോഗിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ അവരുടേതായ രീതികളിലുള്ള ഓരോ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓരോരുത്തർക്കും അവരുടേതായ എന്തൊക്കെ തരം, മതം ഒരു ശക്തിയാണ്, സമ്പത്ത് ഒരു ശക്തിയാണ്, പ്രോപ്പർട്ടികളുള്ള ഒരുപാട് പേരുണ്ട്, അതൊരു ശക്തിയാണ്. അതൊക്കെ ഉപയോഗിച്ച് അവർക്ക് ഗവൺമെന്റിനെ പോലും എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അടുത്ത കോൺസീവ് ഫോഴ്സിൽ some power comes from fear. People obey because they fear punishment. This can be physical, emotional or social pressure. A government may arrest protesters to stop
opposition. A dictator may use military force to stay in control. Even in daily life, a boss may threaten to fire an employee to maintain authority. ചില ശക്തികൾ ഭയത്തിൽ നിന്നാണ് വരുന്നത്. ശിക്ഷയെ ഭയന്ന ആളുകൾ അനുസരിക്കുന്നു. ഇത് ശാരീരികമോ വൈകാരികമോ സാമൂഹികമോ ആയ സമ്മർദ്ദങ്ങൾ ആകാം. എതിർപ്പ് തടയാൻ ഒരു സർക്കാർ സമരക്കാരെ അറസ്റ്റ് ചെയ്തേക്കാം. ഒരു ഏകാധിപതിക്ക് നിയന്ത്രണത്തിൽ തുടരാൻ സൈനിക ശക്തി എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ കഴിയും. ദൈനംദിന ജീവിതത്തിൽ പോലും അധികാരം നിലനിർത്താൻ ഒരു ജീവനക്കാരെ പുറത്താക്കുമെന്ന് ഒരു ബോസ് ഭീഷണിപ്പെടുത്തിയേക്കാം. ഒരു ദൈനംദിന ജീവിതത്തിൽ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു ജീവനക്കാരനെ പുറത്താക്കുമെന്ന് ഒരു ബോസ് ഭീഷണിപ്പെടുത്താം. തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ പുറത്താക്കും, എന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അയാളുടെ ശക്തി ഉപയോഗിച്ച്, അയാളുടെ ഒരു അധികാരം ഉപയോഗിച്ച് അയാൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അത് അടുത്ത് പറയുന്നത് ഓർഗനൈസേഷൻ ആസ് പവർ. എ വെൽ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ക്യാൻ കൺട്രോൾ ആൻ unrecognized crowd. Armies and police forces maintain order through structure. In businesses, managers have a power because of their position. നല്ല സംഘടിതമായിട്ടുള്ള ഒരു സംഘത്തിന് അസംഘടിതമായിട്ടുള്ള ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയും. സൈന്യവും പോലീസ് സേനയും ക്രമത്തിലൂടെ ഈ ഒരു ഘടനയിലൂടെയാണ് ഈ ഒരു ക്രമം നിലനിർത്തുന്നത്. ബിസിനസ്സുകളിൽ മാനേജർമാർക്ക് അവരുടെ സ്ഥാനം കാരണവും എന്തുണ്ട്? അധികാരം പ്രയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈവൻ സ്മാൾ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് ക്യാൻ ചലഞ്ച് ഗവൺമെന്റ്സ് ഇഫ് ദേ പ്ലാൻ വെൽ. ഓർഗനൈസേഷൻ കണക്ട് ടു ഓൾ അതർ ടൈപ്സ് ഓഫ് പവർ, പെർsuasion, coercion ആൻഡ് റിവാർഡ്. ചെറുതായിട്ടുള്ള ഒരു സംഘടിത ഗ്രൂപ്പുകൾക്ക് പോലും സർക്കാരിന്റെ പദ്ധതിയെ എന്ത് ചെയ്യാൻ പറ്റും? വെല്ലുവിളിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ മറ്റെല്ലാ തരത്തിലുമുള്ള ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രേരണയും നിർബന്ധവും പ്രതിഫലവും മൂലം എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറിയ സംഘടിത ഗ്രൂപ്പിന് അവരുടെ ആ ഒരു ലക്ഷ്യം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയെ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെല്ലുവിളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം അതിന്റെ പിന്നിൽ പ്രേരണ നൽകാനും നിർബന്ധിക്കാനും അവർക്കുള്ള പ്രതിഫലങ്ങൾ നൽകാനും അതിന്റെ പിന്നിൽ വലിയ വലിയ ആൾക്കാരുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഗ്രൂപ്പിന് പോലും അവർക്ക് അവരുടേതായ അധികാരമുണ്ട്. റോൾ സ്പെസിഫിക് അതോറിറ്റി. Role specific authority. Some people hold power because of their position. A president, judge, teachers or police officers has authority given by their roles. Their power is limited to their responsibilities but still influences many aspects of life. ചിലർ അധികാരം പിടിച്ചടക്കുന്നത് അവരുടെ സ്ഥാനം കൊണ്ടാണ്. ഒരു പ്രസിഡന്റ്, ജഡ്ജി, അധ്യാപകൻ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് അവരുടെ റോൾ അനുസരിച്ച് അധികാരമുണ്ട്. അവരുടെ അധികാരം അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴും ജീവിതത്തിൽ പല വശങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് ലെജിറ്റിമേറ്റ് വേഴ്സസ് illegitimate power. Power can be used legally or illegally. Government, police and businesses use legal power to maintain order. However, criminals, gang and corrupt leaders also use power. ലെജിറ്റിമേറ്റ്സ് വേഴ്സസ് ഇല്ലെജിറ്റിമേറ്റ് പവർ. ലെജിറ്റിമേറ്റ്സ് എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിയമസാധുതയാണ് ലെജിറ്റിമേറ്റ് എന്ന് പറയുന്നത്. നിയമസാധുതയുള്ളതും നിയമസാധുത ഇല്ലാത്തതുമായിട്ടുള്ള പവറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അധികാരം നിയമപരമായോ നിയമവിരുദ്ധമായോ ഉപയോഗിക്കാം. ക്രമസമാധാനം നിലനിർത്താൻ സർക്കാരും പോലീസും ബിസിനസ്സുകളും നിയമപരമായിട്ടുള്ള അധികാരം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറ്റവാളികളും ഗുണ്ടാസംഘങ്ങളും അഴിമതിക്കാരും നേതാക്കളും അധികാരം ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ലീഗലും മറ്റൊന്ന് ഇല്ലീഗലാണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കോമ്പിനേഷൻ ഓഫ് പവർ സോഴ്സസ്. അടുത്ത പോയിന്റ് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് പവർ സോഴ്സസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ ഓഫ്റ്റൻ കോമ്പൈൻ. എ ലീഡർ മേ യൂസ് പേഴ്സണാലിറ്റി, റിസോഴ്സസ് ആൻഡ് ഓർഗനൈസേഷൻ ടുഗദർ. The way of power is used depends on who holds it or how they choose to enforce it. പവർ സ്രോതസ്സുകളുടെ സംയോജനം. വ്യത്യസ്ത തരം ശക്തികൾ പലപ്പോഴും സംയോജിക്കുന്നുണ്ട്. ഒരു നേതാവ് വ്യക്തിത്വവും വിഭവങ്ങളും ഓർഗനൈസേഷനും ഒരുമിച്ച് ഉപയോഗിച്ചേക്കാം. അധികാരം ഉപയോഗിക്കുന്ന രീതി അത് ആരുടെ കൈവശമാണ്, അവർ അത് എങ്ങനെ നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നതിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. വ്യത്യസ്ത തരത്തിലെ ശക്തികൾ പലപ്പോഴും സംയോജിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു നേതാവിന്റെ വ്യക്തിത്വം വിഭവങ്ങളും ഓർഗനൈസേഷനുകളും ഒരുമിച്ച് ഉപയോഗിക്കും. ഒരു നേതാവിന്റെ ശക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് ആ നേതാവിന് ഒരു 10-15 ആളെ കൂട്ടി അത് ഒരു ഓർഗനൈസേഷൻ ആക്കി മാറ്റിയിട്ട് ആ നേതാവിന്റെ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ആ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. ആ ഓർഗനൈസേഷന്റെ യഥാർത്ഥ പവർ എന്ന് പറയുന്നത് ആ നേതാവാണ്. ആ നേതാവിന്റെ ആ രീതി അവരുടെ കൈവശമാണ് നിലനിൽക്കുന്നത്. അത് നടപ്പിലാക്കാൻ അവരൊരു ഗ്രൂപ്പിനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്. സോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ അധികാരവും ശക്തിയും ഉപയോഗിച്ച് അവർ അതിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നെന്നാണ് പറയുന്നത് കേട്ടോ.
ഇവിടെ ഹെഡിങ് പറയുന്നത് 11.4 ആണ്. കോണ്ടെക്സ്റ്റ് ഓഫ് പവർ ആണ്. Context of power. Power can be used in different areas of life. There are 4 main contexts where power is exercised: a political affairs, institutions, life changes, and personal relationships. അധികാരത്തിന്റെ സന്ദർഭങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിന്റെ പല മേഖലകളിലും ശക്തി ഉപയോഗിക്കാൻ കഴിയും. അധികാരം പ്രയോഗിക്കുന്ന 4 പ്രധാനപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങൾ, സ്ഥാപനങ്ങൾ, ജീവിത സാധ്യതകൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ. ഇക്കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? അധികാരങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളിൽ ആണ് അധികാരത്തിന്റെ സന്ദർഭങ്ങൾ കൂടുതലായിട്ട് കിടക്കുന്നത്. പവർ ഇൻ പൊളിറ്റിക്കൽ അഫയേഴ്സ്. ഇനി അധികാരം പ്രയോഗിക്കുന്ന സന്ദർഭങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പവർ ഇൻ പൊളിറ്റിക്കൽ അഫയേഴ്സ്. ഇൻ പൊളിറ്റിക്സ്, പവർ ഈസ് യൂസ്ഡ് ടു ഗവൺമെന്റ്സ്, ടൗൺ, സിറ്റീസ്, സ്റ്റേറ്റ്സ് ആൻഡ് നേഷൻസ്. ഇറ്റ് അപ്ലൈഡ് ടു ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് സച്ച് as political parties and governments. For example, in India, the union government has more power than state governments. രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രീയത്തിൽ പട്ടണങ്ങൾ, നഗരങ്ങൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ എന്നിവ ഭരിക്കാൻ അധികാരം ഉപയോഗിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളും പോലുള്ള വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും എന്താണ് ഇത് ബാധകമാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ സംസ്ഥാന സർക്കാരുകളെക്കാൾ കൂടുതൽ അധികാരം ആർക്കുണ്ട്? കേന്ദ്ര സർക്കാരിനുണ്ട്. സിമിലർലി ഫെഡറൽ ഗവൺമെന്റ്സ് യൂഷ്വലി ഹാവ് മോർ അതോറിറ്റി ദാൻ ലോക്കൽ ഗവൺമെന്റ്സ്. അതുപോലെ തന്നെ ഫെഡറൽ ഗവൺമെന്റുകൾക്ക് സാധാരണയായിട്ട് പ്രാദേശിക സർക്കാരുകളെക്കാൾ കൂടുതൽ എന്തുണ്ട്? അധികാരമുണ്ട്. പവർ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്ഥാപനങ്ങളിലുള്ള അധികാരത്തെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫാമിലീസ്, സ്കൂൾസ്, വർക്ക് പ്ലേസസ് ആൻഡ് റിലീജിയസ് ഓർഗനൈസേഷൻ ഓൾസോ ഹാവ് പവർ സ്ട്രക്ചേഴ്സ്. Employees have a power over employees, teachers over students, and religious leaders over followers. Everyone has a role in these institutions, which shapes how power is distributed. A boss controls workers, a teacher controls a classroom, a parent guides children. കുടുംബങ്ങള്, സ്കൂളുകള്, ജോലി സ്ഥലങ്ങള്, മതസംഘടനകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും അധികാരത്തിന്റെ ഘടനയുണ്ടെന്നാണ് പറയുന്നത്. തൊഴിലുടമകൾക്ക് ജീവനക്കാരുടെ മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെയും മത നേതാക്കൾക്ക് അനുയായികളുടെയും മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. ഈ സ്ഥാപനങ്ങൾ എല്ലാവർക്കും ഒരു പങ്കുണ്ട്. അത് അധികാരം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതിനെ എന്താണ് രൂപപ്പെടുത്തുന്നുണ്ട്. ഒരു ബോസ് തൊഴിലാളികളെ നിയന്ത്രിക്കുന്നു, ഒരു അധ്യാപകന് ക്ലാസ് മുറി നിയന്ത്രിക്കുന്നു, മാതാപിതാക്കൾ കുട്ടികൾ നയിക്കുന്നു. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും, നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എല്ലാം അതിൻ്റെതായ പവർ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. പവർ ഇൻ ലൈഫ് ചാൻസസ്. affects people chances in life. It influences access to good health, education, jobs, and long life. For example, wealthier people often have better health care and education, giving them more opportunities. Those with power can shape their future, while others struggle for ബേസിക് നീഡ്സ്. അധികാരം ആളുകളുടെ ജീവിതത്തിലെ സാധ്യതകളെ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നല്ല ആരോഗ്യം, വിദ്യാഭ്യാസം, ജോലി, ദീർഘായുസ് എന്നിവയിലേക്കുള്ള പ്രവേശനത്തെ ഇത് സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന് സമ്പന്നരായ ആളുകൾക്ക് പലപ്പോഴും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും ഉണ്ട്. അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ട്. അധികാരമുള്ളവർക്ക് അവരുടെ ഭാവി രൂപപ്പെടുത്താൻ കഴിയുകയും മറ്റുള്ളവർ അടിസ്ഥാന ആവശ്യങ്ങൾക്കായിട്ട് പോരാടുകയുമാണ് ചെയ്യുന്നത്. പവർ ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്പ്. അടുത്ത പറയുന്നത് പവർ ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്പ്. പവർ ഇൻ ഓൾസോ പ്രസന്റ് ഇൻ ഡെയിലി ഇന്ററാക്ഷൻസ്. ഇൻ എക്സിസ്റ്റ് ഇൻ ഫ്രണ്ട്ഷിപ്സ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. പീപ്പിൾ യൂസ് charm, beauty or social skills to influence others. For example, a person with a strong connection may get better job opportunities. Even in casual meeting like a markets or events, power dynamics can play a role. ദൈനംദിന ഇടപെടലുകളിലും എന്തുണ്ട്? ശക്തിയുണ്ട് എന്നാണ് പറഞ്ഞത്. സൗഹൃദങ്ങളിലും പ്രണയബന്ധങ്ങളിലും സോഷ്യൽ നെറ്റ്വർക്കുകളിലും ഇത് നിലനിൽക്കുന്നുണ്ട്. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ആളുകൾ സൗന്ദര്യം അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായിട്ടുള്ള കഴിവുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ശക്തമായ ബന്ധങ്ങളുള്ള ഒരു വ്യക്തിക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിച്ചേക്കാം. മാർക്കറ്റുകളിലോ ഇവന്റുകളിലോ പോലെയുള്ള സാധാരണ മീറ്റിങ്ങുകളിൽ പോലും പവർ ഡൈനാമിക്സിന് ഒരു പങ്ക് വഹിക്കാനാകും. നമ്മുടെ റിലേഷൻഷിപ്പിൽ പോലും നമ്മൾക്ക് എന്തുണ്ട്? ശക്തിയുണ്ട്, പവർ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. അത് കൂടുതൽ ഡിഫൈൻ ചെയ്യേണ്ട. ഇപ്പൊ ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിലായാൽ പോലും ഒരാൾക്ക് ഒരാളുടെ മേൽ പവർ ഉപയോഗിക്കാൻ കഴിയും എന്നാണ്. ഒരാൾക്കായിരിക്കും കൂടുതൽ ശക്തി, ഒന്നല്ലെങ്കിൽ ഭാര്യയ്ക്കായിരിക്കും അല്ലെങ്കിൽ ഭർത്താവിനായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കാനും ചെയ്യാനും ഉള്ള ഒരു കഴിവുണ്ടാവുക. അവർ
അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് അവരെ അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പവർ ഈസ് നോട്ട് ഈക്വൽ എവരിവെയർ. പവർ ഈസ് നോട്ട് ദ സെയിം ഇൻ എവറി സിറ്റുവേഷൻ. എ പേഴ്സൺ മേ ബി പവർഫുൾ ഈസ് വൺ ഏരിയ ബട്ട് വീക്ക് ഇൻ അനദർ. ഫോർ എക്സാമ്പിൾ, എ മാൻ ഹാവ് അതോറിറ്റി അറ്റ് ഹോം ബട്ട് നോ ഇൻഫ്ലുവൻസ് അറ്റ് വർക്ക്. എ പൊളിറ്റീഷ്യൻ മേ കൺട്രോൾ national policies but struggle in personal relationship. Power changes depending on the context. അടുത്തത് നല്ലൊരു ഇതുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് തന്നെയാണ്. എല്ലാ സാഹചര്യങ്ങളിലും ശക്തി ഒരുപോലെയല്ല ഒരാൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരു മേഖലയിൽ ശക്തനായിരിക്കാം, എന്നാൽ മറ്റൊരിടത്ത് എന്തായിരിക്കും, ദുർബലനായിരിക്കും എന്നാണ്. ഉദാഹരണത്തിന് ഒരു പുരുഷൻ വീട്ടിൽ അധികാരം ഉണ്ടായിരിക്കും, എന്നാൽ ജോലിയിൽ സ്വാധീനം ഉണ്ടായിരിക്കില്ല. ഇനി നേരെ തിരിച്ച് ജോലിയിൽ നല്ല പൊളിറ്റീഷ്യനും നല്ല നയങ്ങളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിലും അയാൾക്ക് എന്തുണ്ടായിരിക്കില്ല, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ പോരാടാനുള്ള ഒരു ശക്തി ഉണ്ടായിരിക്കില്ല. സന്ദർഭത്തിനനുസരിച്ച് ശക്തികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഒരുപോലെ എല്ലാവർക്കും ഗെയിൻ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല എന്നാണ് പറഞ്ഞത്. അതിലൊരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ എന്താ പറയുന്നത് നോക്കാം. ബോക്സിൽ പറയുന്നത് മെഷർമെന്റ് എമൗണ്ട് പവർ ആണ്. വി ക്യാൻ മെഷർ ഹൗ മച്ച് പവർ എ പേഴ്സൺ ഹാവ് ഇൻ 2 ways. നമുക്ക് ഒരാളിലുള്ള പവറിനെ 2 തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഹൗ ഓഫ്റ്റൻ ദേ സക്സീഡ്. ഇഫ് എ പേഴ്സൺ ട്രൈ ടു യൂസ് ദ പവർ മെനി ടൈംസ് ആൻഡ് സക്സീഡഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ഹാവ് മോർ പവർ. അവർ എത്ര തവണ വിജയിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് അവരുടെ പവറിനെ കുറിച്ച് അളക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി അവരുടെ ശക്തി പലതവണ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും മിക്ക സമയത്തും വിജയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്താണ്, അവർക്ക് കൂടുതൽ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് പറയുന്നത് ഹൗ മെനി പീപ്പിൾ ദേ കൺട്രോൾ. ഇഫ് എ പേഴ്സൺ ക്യാൻ കൺട്രോൾ ദ ആക്ഷൻ ഓഫ് മെനി പീപ്പിൾ ദേ ഹാവ് മോർ പവർ. ഓക്കെ, അവർ എത്ര ആളുകളെ നിയന്ത്രിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൺട്രോളിനെ അല്ലെങ്കിൽ അവരുടെ പവറിനെ നമുക്ക് അളക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് നിരവധി ആളുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് കൂടുതൽ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. 2 തരത്തിലാണ് പവർ അളക്കാൻ കഴിയുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടോ. അത് ഡിഫൈൻ ചെയ്യണ്ടല്ലോ, സിമ്പിൾ ആണ്. അടുത്തത് നമ്മൾ പറയുന്നത് 11.5 ആണ്, കൺക്ലൂഷൻ. Social power is a common part of all societies and show up in everyday relationship. It means the ability of a person or group to get others to do what they want, even if those people don't want to cooperate. Power is also the ability to influence others or resist being influenced. സാമൂഹിക ശക്തി എന്ന് പറയുന്നത് എല്ലാ സമൂഹങ്ങളുടെയും പൊതുവായിട്ടുള്ള ഒരു ഭാഗമാണ്. അത് ദൈനംദിന ബന്ധങ്ങളിൽ എന്താണ്, പ്രകടമാകുന്നവയാണ്. ആളുകൾ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവരെ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ കഴിവ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. മറ്റുള്ളവരെ സ്വാധീനിക്കാനോ സ്വാധീനിക്കപ്പെടുന്നതിനെ ചെറുക്കാനോ ഉള്ള കഴിവ് കൂടിയാണ് ശക്തി എന്ന് പറയുന്നത്. There are 3 main ways to use power: കോസീവ്, കോമ്പൻസേറ്ററി ആൻഡ് കണ്ടീഷൻഡ്. 3 തരത്തിലുള്ള പവറുകളെ കുറിച്ച് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ബലം പ്രയോഗിച്ചും പ്രതിഫലം കൊടുത്തും ഒന്ന് വ്യവസായ പ്രേരണ ചെയ്തുകൊണ്ടുമുള്ള നമ്മുടെ 3 തരത്തിലുള്ള പവറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പൊളിറ്റിക്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലൈഫ് ഓപ്പർച്യൂണിറ്റീസ് ഓർ പേഴ്സണൽ റിലേഷൻഷിപ്സ്. രാഷ്ട്രീയം, സാമൂഹിക സ്ഥാപനങ്ങൾ, ജീവിതത്തിലെ അവസരങ്ങൾ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ, ഇങ്ങനെ പല സാഹചര്യങ്ങളും അധികാരം എന്തുണ്ട്, കടന്നു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പേഴ്സൺ ക്യാൻ ബി പവർഫുൾ ഇൻ വൺ ഏരിയ ബട്ട് നോട്ട് ദ അനദർ. ഒരു വ്യക്തിക്ക് ഒരു മേഖലയിൽ ശക്തനാകാൻ കഴിയും, എന്നാൽ എല്ലാ മേഖലകളിലും അവൻ ഒരുപോലെ ശക്തനാകാൻ കഴിയില്ല എന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് നോക്കാം. കൺസെപ്റ്റ് ഓഫ് പവർ ആൻഡ് റിലേറ്റഡ് കൺസെപ്റ്റ്. പവറും അതുമായിട്ട് പവർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള കൺസെപ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് പവർ ആൻഡ് യൂസസ്. ഓക്കെ, ആൻഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് പവർ, സോഴ്സസ് ഓഫ് പവർ, കോണ്ടെക്സ്റ്റ് ഓഫ് ദ യൂസ് ഓഫ് പവർ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഏരിയ ആണ്, പക്ഷെ വൈഡായിട്ട് തോന്നുന്നത് നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ടാണ്, വിത്ത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം പഠിക്കാം. എക്സാമ്പിൾസ് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ഡെഫിനിഷൻ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ ആ എക്സാമ്പിൾസ് വേണം. അതുകൊണ്ടാണ് എക്സാമ്പിൾസ് കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ചാപ്റ്ററിലെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നോട്ട്സിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളിവിടെ യൂണിറ്റ് നമ്മുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.